നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഓണം സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓലനാണ്. പ്രാദേശികമായ രുചി ഭേദങ്ങൾ അനുസരിച്ച് സദ്യയിലെ വിഭവങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും. കൊല്ലം, തിരുവനന്തപുരം സൈഡിലൊക്കെ ഓലൻ അത്ര പ്രാധാന്യമില്ല. എന്നാൽ എറണാകുളം കഴിഞ്ഞിട്ടുള്ള സദ്യക്കെല്ലാം ഓലൻ മസ്റ്റായിട്ടുള്ളൊരു വിഭവമാണ്. അപ്പം ഓലൻ എങ്ങനെയാണ് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ഉറപ്പായിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബാക്കി എല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻസൊക്കെ വന്ന് അറിയിക്കാനും മറക്കരുത്. ഓലൻ നമുക്ക് പല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഇന്ന് ഞാൻ മത്തങ്ങ കൊണ്ടാണ് ഓലൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇളവൻ ചേർക്കാം, വെള്ളരിക്ക ചേർക്കാം, കുമ്പളങ്ങ ചേർക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചക്കറി മാറ്റാം. ഇതൊരു ഏകദേശം 200 ഗ്രാം മത്തങ്ങയുണ്ട്. ഇത് 3/4 കപ്പ് പയറാണ്. വൻപയർ എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് പറയുന്നത്. ഇത് 1 കപ്പ് തേങ്ങാപ്പാലാണ്. ഒരു 3/4 തേങ്ങയിൽ നിന്നാണ് 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് കുറച്ച് നല്ല കറിവേപ്പില, പിന്നീട് എരിവിന് വേണ്ടി 2 പച്ചമുളക്. മത്തങ്ങയുടെ കട്ടി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം മത്തങ്ങ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ കനം കുറച്ചാണ് നമ്മൾ മത്തങ്ങ അരിഞ്ഞെടുക്കേണ്ടത്. ഒരുപാട് കട്ടി പാടില്ല. ഒരു 1/4 ഇഞ്ച് വലിപ്പത്തിൽ അരിഞ്ഞു വെക്കാം. വൻപയർ നമ്മൾ പ്രഷർ കുക്കറിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരുപാട് വെന്ത് പോകാൻ പാടില്ല. ഒരു 2-3 വിസിൽ കേട്ടാൽ മാത്രം മതി. ബാക്കി നമ്മൾ അല്ലാതെ ഇപ്പോൾ വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യുമ്പോൾ അത് വെന്തോളും. നമ്മളൊരു പാനിലേക്ക് അത് മാറ്റി ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. മത്തങ്ങയും പയറും കുക്കാകാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം, ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് വെന്തോളും. മത്തങ്ങയ്ക്ക് അധികം വേവില്ലല്ലോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ചൊരു 3-4 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞു. ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ഇളക്കി നോക്കാം വെള്ളം ഉണ്ടോ, എങ്ങനെയാണ് മത്തങ്ങ വെന്തോ എന്നൊക്കെ. അപ്പോൾ നമുക്കിതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് മത്തങ്ങ വെന്തോ എന്നൊന്ന് നോക്കാം. ഒരല്പവും കൂടി കുക്കിംഗ് ടൈം ഉണ്ട് മത്തങ്ങയ്ക്ക്. അപ്പം നമ്മൾ ഇനി അടച്ചു വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മൾ 2 പച്ചമുളക് എരിവിന് വേണ്ടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് ഫ്രഷായ കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്തിട്ട് വീണ്ടും ഇത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 2-3 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് തുറന്നു നോക്കി, നിങ്ങൾക്കും കാണാം അധികം വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ തേങ്ങാപ്പാൽ ചേർക്കാൻ സമയമായി എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ 1 കപ്പ് തേങ്ങാപ്പാലാണ്, കട്ടി തേങ്ങാപ്പാലാണ് 3/4 തേങ്ങയിൽ നിന്ന് എടുത്തു വെച്ചത്. അത് നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമ്മളത് ഇളക്കി യോജിപ്പിക്കണം. ആവശ്യത്തിന് ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഓലൻ തിളപ്പിക്കരുത്. നല്ലതുപോലെ ഒന്ന് ചൂടായി ആവി വന്നാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ച വെളിച്ചെണ്ണയാണ്. 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ പച്ച വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്രഷായിട്ട് കറിവേപ്പില ഈ സമയത്ത് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഓലൻ കുറച്ചൊന്ന് നീണ്ടിട്ടാണ് നമുക്ക് തോന്നുന്നത്. അത് പേടിക്കാനില്ല. കാരണം ഈ കറി ഇരുന്നൊന്ന് നല്ലതുപോലെ കുറുകി നമ്മുടെ പാകത്തിന് നമുക്ക് കിട്ടും. വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഓലൻ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ വന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പം മറ്റൊരു ഓണം ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ